കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഓടപ്പൂവിന്റെ പേറ്റന്റ് സ്വന്തമാക്കി ദേവസ്വം. ഈ ഉത്സവകാലം മുതൽ ഓടപ്പൂ നിർമ്മാണവും വിൽപ്പനവും ദേവസ്വത്തിന്റെ അനുമതിയോടെ മാത്രമേ നടത്താനാവൂ എന്നാണ് നിർദ്ദേശം. ഇതോടെ ഓടപ്പൂ നിർമ്മാണം വരുമാന മാർഗമാക്കുന്ന 1000-ലേറെ ആളുകൾ ആശങ്കയിലാണ്. അതേസമയം വില ഏകീകരണത്തിനും ഓടപ്പൂവിന്റെ പവിത്രത സംരക്ഷിക്കാനുമാണ് നടപടിയെന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം. റിപ്പോർട്ടിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യമുള്ള കൊട്ടിയൂർ ക്ഷേത്രം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ സവിശേഷതകളിൽ പ്രധാനപ്പെട്ടതാണ് ഓടപ്പൂക്കൾ. വർഷത്തിൽ ഒരു മാസക്കാലം മാത്രം ബാവലിപ്പുഴയ്ക്കക്കരെ നടക്കുന്ന ഉത്സവത്തിനെത്തുന്നവർ ഒരു ഓടപ്പൂവെങ്കിലും വാങ്ങാതെ മടങ്ങില്ല. 35 ലക്ഷത്തോളം ആളുകൾ ഉത്സവത്തിനെത്തുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. അത്ര തന്നെ ഓടപ്പൂക്കളും ഒരു മാസം വിറ്റുപോകും. 70 രൂപ മുതൽ 140 രൂപ വരെയാണ് ഒരു പൂവിന്റെ വില. പൂക്കച്ചവടം വരുമാന മാർഗമായ 1000-ലേറെ ആളുകളുണ്ട് കൊട്ടിയൂരിന്റെ പരിസരങ്ങളിൽ. ഓടപ്പൂ നിർമ്മാണത്തിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് വരും വർഷത്തെ ചെലവിനുള്ള തുക കണ്ടെത്തുന്നവരാണ് ഇവരിലേറെയും. കാരണം ഈ കൊട്ടിയൂർ ജനത മുഴുവനും ജാതി മതം ഒന്നുമില്ല, എല്ലാ ആൾക്കാരും ഒരുപോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഇരുന്ന് പണിയെടുക്കുന്നതാണ്. അത് പെട്ടെന്ന് ഇല്ലാതാക്കാനും ആർക്കും ശരിയല്ല. ഈ ഉത്സവകാലം മുതൽ ഓടപ്പൂ നിർമ്മിക്കാനും വിൽക്കാനും ദേവസ്വത്തിന്റെ അനുവാദമോ ലൈസൻസോ വേണം എന്നാണ് നിർദ്ദേശം. ഇതോടെ ഓടപ്പൂവ് കച്ചവടം ഉപജീവന മാർഗമാക്കിയവർ ആശങ്കയിലാണ്. ദേവസ്വം ഒരു 2-3 വർഷം മുമ്പ് ഇത് പറഞ്ഞ കാര്യമാണ്. അന്നൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പം ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കുന്നത്. ശരിക്കും ദേവസ്വം പേറ്റന്റിന്റെ ഒരു കോപ്പി അങ്ങനെ ഒന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യനെയും കാണിച്ചിട്ടില്ല. അപ്പം ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. കാരണം ദേവസ്വം ഓടപ്പൂ നിർമ്മിക്കുന്നുമില്ല, വിൽക്കുന്നുമില്ല. അത് വിൽക്കാനുള്ള ഇത് സ്ഥലങ്ങൾ ലേലം വിളിച്ച് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുറം നാടുകളിൽ ഓടപ്പൂ വിൽപ്പന തുടങ്ങിയതും കൊട്ടിയൂർ ഉത്സവകാലത്ത് മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ഓൺലൈനിൽ സുലഭമായി ലഭിക്കുന്നതും തടയാനാണ് പേറ്റന്റ് സ്വന്തമാക്കിയത് എന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം. ഓടപ്പൂവിന്റെ വിശുദ്ധിയും വിശ്വാസപരമായ പ്രാധാന്യവും ഇല്ലാതാക്കുന്നതും കൂടിയ വില ഈടാക്കുന്നതും കൂടിയാണ് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ദേവസ്വം അധികൃതർ പറയുന്നു. ഈറ്റ വിഭാഗത്തിൽപ്പെട്ട ഓടയുടെ ഇളം തണ്ട് ചതച്ചെടുത്ത് നാരുകളാക്കി മാറ്റിയാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. ഉത്സവകാലമായാൽ കുട്ടികളും സ്ത്രീകളുമടക്കം സ്വന്തം വീടുകളിൽ ഓടപ്പൂവ് നിർമ്മിക്കും. കൊട്ടിയൂരിലെത്തുന്നവർക്ക് അടുത്ത ഉത്സവം വരെ ഓർത്തിരിക്കാനാണ് ഓടപ്പൂവെങ്കിൽ ഈ നാട്ടുകാരിൽ നല്ലൊരു ശതമാനത്തിന് അടുത്ത സീസൺ വരെ ജീവിക്കാനുള്ള വരുമാന മാർഗം കൂടിയാണ് അത്. ദക്ഷിണകാശി എന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾ തിരികെ പോകുമ്പോൾ കയ്യിലൊരു ഓടപ്പൂവ് കരുതും. ആ ഓടപ്പൂവ് ഉണ്ടാക്കുന്നത് ഈ പ്രദേശത്തെ 1000-ഓളം പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഒരു മാസക്കാലം. അതിനു മുകളിലാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം കരിനിഴൽ വീഴ്ത്തുന്നത്. ഈ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രദേശത്തുള്ളവർ ഉന്നയിക്കുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.